തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തമുണ്ടായ സ്ഥലത്ത് നിന്ന് ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തി. തലയുടെ ഭാഗമാണ് കണ്ടെത്തിയത്. ഇന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ 15 ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, ഇന്നെപ്പോഴാണ് ഈ ശരീരഭാഗം കണ്ടെത്തിയത്? പരിശോധന എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സമീർ. അനീഷ, വിപുലമായ പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടന്നു വരുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തല കണ്ടെത്തിയിരിക്കുന്നത്. ഒരു ചെവി ഒഴികെയുള്ള തലയുടെ മുഴുവൻ ഭാഗവും ഉൾപ്പെടുന്ന ഒരു തലയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഇന്നത്തെ അന്വേഷണത്തിൽ ഏറ്റവും വലിയ ഒരു ശരീരഭാഗം കണ്ടെത്തിയതും ഇത് തന്നെയാണ്. ഇത് കൂടാതെ 14 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഈ വെടിക്കെട്ട് ദുരന്തം നടന്നതിന്റെ 200 മീറ്റർ അകലെ നിന്നുകൊണ്ടാണ് ഈ ഒരു ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു തല, ഒരു ചെവി ഒഴികെയുള്ള തലയുടെ മുഴുവൻ ഭാഗവും ഉൾപ്പെടുന്ന ശരീരഭാഗമാണ് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റ് പലയിടങ്ങളിൽ നിന്നായിക്കൊണ്ട് പേശിഭാഗങ്ങളും അതുപോലെ മാംസഭാഗങ്ങളും ഒക്കെ കണ്ടെത്തിയിരുന്നു. രാവിലെ മുതൽ കടാവർ നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും അതുകൂടാതെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ, അതായത് 200ഓളം പോലീസ് ഉദ്യോഗസ്ഥർ നിരന്നു നിന്നുകൊണ്ട് ആ പാടശേഖരം മുഴുവനായും അരിച്ചു പെറുക്കുകയാണ്. അങ്ങനെ അരിച്ചു പെറുക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തിയിരിക്കുന്നത്. നാളെയും ഈ വിധത്തിൽ തന്നെ തിരച്ചിൽ തുടരും എന്ന കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ അപകട സമയത്ത് 37 പേരാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യമാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതിൽ 4 പേരുടെ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാളാണോ ഇത് എന്നുള്ള ഒരു സംശയം കൂടി നിലനിൽക്കുന്നു. ഏതായാലും ഇപ്പോൾ കണ്ടെടുത്ത തലഭാഗം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അനീഷ. ശരി, സമീറാണ് വിവരങ്ങൾ നൽകിയത്.